ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കുറച്ചായി ഒരു വ്ളോഗൊക്കെ ഇട്ടിട്ട് കേട്ടോ. ഞാൻ അങ്ങനെയാണ് കുറച്ച് വീഡിയോസ് ഇടും, പിന്നെ എന്നെ കാണില്ല, പിന്നെ ഞാൻ മുങ്ങിയിട്ടുണ്ടാവും, പിന്നെയും കുറച്ച് അതിൻ്റെ ശേഷം വീഡിയോസായിട്ട് വരും, അങ്ങനെ കേട്ടോ ഞാൻ. അപ്പോൾ ഇപ്പോഴത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫാമിലേക്കാണ് പോകുന്നത്. അല്ലെങ്കിൽ ഒരു നല്ല സൂപ്പർ ഫാം തന്നെ പറയാം. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫാമിൻ്റെ പേര് അൽ ഹയർ ഫാം എന്നാണ്. അല്ലെങ്കിൽ ദുബായ് റോട്ടിലാണ് ഈ ഒരു ഫാം ഉള്ളത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 4 o'clock ആ ഒരു ടൈമിൽ ഇറങ്ങിയ കേട്ടോ. ഇതെൻ്റെ ഉമ്മ കേട്ടോ, നാട്ടിൽ നിന്ന് വന്നതാണ്. അപ്പോൾ ഉമ്മേനും കൂടി ഒന്ന് ആ സ്ഥലമൊക്കെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് നമ്മൾ ഇറങ്ങിയ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം പോകണമെന്നുണ്ടെങ്കിൽ അത്രക്കും അടിപൊളിയായിരിക്കണം ആ ഒരു സ്ഥലം. അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറോളം യാത്ര ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ അവിടെ എത്തിയതിനു ശേഷം പിന്നെ ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ ഇത് ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഗേറ്റ് ഓപ്പൺ ആവും കേട്ടോ. ഇവിടെ ഈ ഭാഗത്തൊന്നും ആരൊന്നും കാണില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലം വല്ലാണ്ട് ആർക്കും അറിയില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇതേ ഉള്ളൂ കേട്ടോ, ഓഫ് റോഡ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫാം എത്തിയിട്ടുണ്ട്. നെയിൽ ഓടിപ്പോകുന്ന എങ്ങോട്ടാന്ന് ഈ വീഡിയോയിൽ കാണട്ടോ നിങ്ങൾക്ക്. അവർ അത്രയ്ക്കും ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് അവർ ഓടി പോകുന്നത്. അപ്പോൾ ഇതാ ഇവിടെ എൻട്രൻസ് ഫീ 15 dirhams ആണ് കേട്ടോ. 1550 dirhams ആണ്. ഇത് വിൻ്റർ സീസണിൽ മാത്രമേ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ആ സീസൺ കഴിയുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യുക. അത്രക്കും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. പിന്നെ ഇതാ ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫ്ലവേഴ്സൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അവർ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താൽ അടിപൊളിയായിട്ട് നല്ല രസമാണ് കാണാൻ. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കാണുന്നൊരു വീട് പിന്നെ പുതിയത് ഉണ്ടാക്കിയതാട്ടോ. ഞങ്ങൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് പറഞ്ഞില്ല, അപ്പോൾ ആ സമയത്തില്ലായിരുന്നു. അപ്പോൾ ഇതാ പിന്നെ കുറച്ചൊരു സൈഡിൽ പിള്ളേർക്ക് കളിക്കാൻ പറ്റിയ സ്ലൈഡും മൂഞ്ഞാലൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് സൈഡിലുള്ളൂ. പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസിന് കൃഷികളുണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇവിടുത്തെ മെയിൻ എന്താണെന്ന് വെച്ചാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും, അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു സൈഡ് വലിയ റോസ് കിട്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ഭയങ്കര രസമുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 2-3 ടൈപ്പ് ഓഫ് റോസ് ഉണ്ട് അവിടെ, അത് വലുതാണ്. പിന്നെ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള സംഭവം. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. നല്ല ഫ്രഷ് സ്ട്രോബെറീസിൻ്റെ ഒരു കൃഷിയാണ് ഇവിടെ, ഈ ഒരു ഇതിൻ്റെ മൊത്തം കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അതിനൊന്നും അവർ കണക്കും അവരൊന്നും ക്യാഷൊന്നും കൊടുക്കണ്ട. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരൊരു ബോക്സ് തരും, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് എത്ര ആ ബോക്സിലാക്കാം. എന്നിട്ട് അതിന് അവർ എത്രയെന്ന് അളന്നിട്ട് അതിനുള്ള ക്യാഷ് കൊടുത്താൽ മതി. നല്ല ഫ്രഷ് സാധനം കേട്ടോ, എല്ലാം നല്ല പാകമായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ വിൻ്റർ സീസണിൽ മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഇത് അവർ ക്ലോസ് ആക്കും. അപ്പോൾ അതിൻ്റെ മുന്നേ നിങ്ങൾ എന്തായാലും വന്ന് വിസിറ്റ് ആക്കുക. നമുക്ക് ഇവിടുന്ന് എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ, അതിനൊന്നും അവർക്ക് ക്യാഷ് കൊടുക്കണ്ട. പക്ഷേ നമ്മൾക്ക് എന്താണ് നമുക്ക് സ്ട്രോബെറി വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ അവർ ബോക്സ് തരും. അപ്പോൾ ആ ബോക്സിലാക്കുന്നതിന് മാത്രമേ അവർ ക്യാഷ് എടുക്കുന്നുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ലൈവായിട്ട് എന്താ പറയുക അവിടുന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നെയിലും ഹാലയും ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയിട്ട്. നെയിലും ഹാലയും മാത്രമല്ല കേട്ടോ, ഞാനും ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല റെഡ് കളറും നല്ല മധുരമുള്ള സ്ട്രോബെറീസ് ആണ് ഇവിടെ ഉള്ളത്. ഈ ഒരു ഫാമിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പോഴേ നെയിൽ പറയുന്നുണ്ടായിരുന്നു, ഒരുപാട് സ്ട്രോബെറീസ് കഴിക്കാമല്ലോ എന്ന്. കാരണം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവില്ല ഈ സ്ട്രോബെറീസൊക്കെ. അപ്പോൾ അവളും ഒരുപാട് അവിടുന്ന് പൊട്ടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ അടുത്ത ഐറ്റമാണ് ക്യാപ്സിക്കം കേട്ടോ. വലിയ ക്യാപ്സിക്കം തന്നെയാണ്. ഇവിടെ കുറച്ച് ഒരു ഏരിയയിൽ ക്യാപ്സിക്കം ഇതേപോലെ കൃഷി ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ അത് നമുക്ക് പൊട്ടിച്ചിട്ട് അവിടുന്ന് കഴിക്കാം. അത് പച്ചയും കഴിക്കും തോന്നുന്നുണ്ടല്ലേ. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അവരൊരു കവർ തരും. അപ്പോൾ അതിൽ നമ്മൾ പൊട്ടിച്ചിട്ടാക്കിയിട്ട് അവർ അത് തൂക്കി നോക്കിയിട്ട് അതിൻ്റെ ക്യാഷ് കൊടുക്കുള്ളൂ കേട്ടോ. ഇതൊക്കെ ഫ്രഷ് ആണ് കേട്ടോ.
അങ്ങനെ ഞാനും കുറച്ച് ക്യാപ്സിക്കം അവിടുന്ന് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എന്താ പറയുക, നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ക്യാപ്സിക്കത്തിന് അത്യാവശ്യം റേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ഇവിടുന്ന് അത്ര റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ക്യാപ്സിക്കം നമുക്ക് പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അതിന് അവർ വേറൊരു കവർ തരുന്നുണ്ട്. പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ബ്രിഞ്ചലാണ്, വഴുതനയാണ്. അത്യാവശ്യം വലിയ വഴുതനയാണ് ഇവിടെ ഉള്ളത്. നമുക്കിതൊക്കെ പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അവരൊരു കവർ തരും, അവർ അത് തൂക്കി നോക്കിയിട്ട് അതിൻ്റെ റേറ്റ് മാത്രമേ അവർ ഇടുന്നുള്ളൂ. അത്യാവശ്യം എന്താ പറയുക, ഷോപ്പിലൊന്നും വാങ്ങിക്കുന്ന ആ ഒരു റേറ്റ് ഒന്നും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ അവർ കുറച്ചിട്ട് അവർ തരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഭാഗത്ത് ഇതേപോലെ കുറച്ച് ബ്രിഞ്ചൽ കൃഷി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ആയിട്ട് സെറ്റാക്കിന് കേട്ടോ. പിന്നെ കുറച്ച് ഇതേപോലെ എന്താ പറയുക, ഈ താറാവും പ്രാവും ആടും അങ്ങനെ കുറച്ച് ഏരിയയിൽ അവർ അത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഈ ആടിൻ്റെ അടുത്ത് പോയപ്പോൾ ആട് ഭയങ്കര കരച്ചില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ 2-3 സ്ട്രോബെറീസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ഇതേപോലെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അവർക്ക് രസമായിരിക്കുമല്ലോ. പിന്നെ ഈ സൈഡ് എന്താണെന്ന് വെച്ചാൽ ചോളാണ് കേട്ടോ, അതായത് സ്വീറ്റ് കോൺ. ഞങ്ങൾ മലപ്പുറമൊക്കെ കമ്പെന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ എന്താ പറയുക, സ്വീറ്റ് കോണിൻ്റെ കൃഷിയാണ്. അപ്പോൾ ഇതൊക്കെ ആയി വരുന്നുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ അടുത്ത സൈഡിൽ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ റെഡല്ല എന്താണ് കളറ്, മറ്റേ ഗ്രേപ്പ് കളറും അതുപോലെ തന്നെ ഗ്രീൻ കളറുള്ള ലെറ്റസാട്ടോ. ഇത് നമ്മൾ സലാഡിലൊക്കെ ഇടുമല്ലോ, അതിൻ്റെ കൃഷിയാണ് ഈ ഒരു ഭാഗം മൊത്തം. നല്ല രസം, നല്ല കളർഫുള്ളായിരുന്നു കേട്ടോ കാണാൻ. അപ്പോൾ അവിടുന്ന് ഞാൻ എന്താണ് അത് പറിച്ചിട്ടുണ്ടായിരുന്നു. അസോക ഈ സലാഡൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. പറിക്കുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായിരുന്നു, കാരണം ഞാൻ പറിച്ചത് നനവില്ലാത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ പറിച്ചത് കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് ഇലകളാണ് കേട്ടോ അവിടെ ഉള്ളത്. അങ്ങനെ ഞാൻ അവിടുന്ന് 2 ഗ്രീനും 1 പർപ്പിൾ കളറുള്ള ആ ഒരു ലെറ്റസും ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, കഴിക്കും പക്ഷേ വലിയ ഇഷ്ടമൊന്നുമല്ല. പക്ഷെ അസോക ഭയങ്കര ഇഷ്ടമാണ്. സലാഡിൽ ഇതൊക്കെ ഇട്ടിട്ട് എന്താണ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണാമല്ലോ ഇതിൻ്റെയൊക്കെ സലാഡും. അപ്പോൾ അതിനൊക്കെ യൂസ് ആക്കട്ടെ. ഇത് സലാഡിൽ മാത്രമല്ല തോന്നട്ടെ, ഇത് വെച്ചിട്ട് തോരനൊക്കെ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, തോരനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവിടുന്ന് അങ്ങനെ 3 പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്യാബേജിൻ്റെ കൃഷിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് പൊട്ടിച്ച് കൊണ്ടുപോകും. പക്ഷേ ഇത് ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, എനിക്കിത് വലിയ ഇഷ്ടമൊന്നുമല്ല. അപ്പോൾ ഞങ്ങൾ എടുത്തിട്ടില്ലായിരുന്നു. പിന്നെ ഇത് ഫ്ലവേഴ്സിൻ്റെ ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഗാർഡൻ അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഫ്ലവേഴ്സാണ് അവിടെ ഉള്ളത്. പക്ഷേ ഇങ്ങനെ കുറച്ച് ഫ്ലവേഴ്സാണെന്നും കൂടി ഇതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്താലും നല്ല അടിപൊളിയാണ്, നല്ല കളർഫുള്ളാണ് കേട്ടോ. പിന്നെ ആ പിങ്കിൻ്റെ വൈറ്റ് കളറാണിത്. അങ്ങനെ ഒരു സൈഡിൽ മൊത്തം ഒരു ഗാർഡൻ ഇതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും വന്ന് വിസിറ്റ് ആക്കുക, അടിപൊളി സ്ഥലമാണ്. തണുപ്പ് പോണതിന് മുന്നേ എല്ലാവരും വന്ന് വിസിറ്റ് ആക്കുക കേട്ടോ. പിന്നെ ഇത് 2 ഊഞ്ഞാലുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോഴേ ഹാല പോയി ഇരുന്ന് ഊഞ്ഞാലാടുകയാണ്. പിന്നെ അതിൽ ഞാനൊന്നിരുന്ന് ആടി. പക്ഷേ ഇങ്ങനെയൊക്കെ ഇരുന്ന് ആടി വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്താലും നല്ല രസമാവും കേട്ടോ. ഈ ഒരു ഫാം ഓപ്പൺ ആവുന്നത് വൈകുന്നേരം 4 മണി മുതൽ എനിക്ക് തോന്നുന്നു രാത്രി 7 മണി വരെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ വന്നിട്ട് എന്തായാലും ഇത് മസ്റ്റ് വിസിറ്റാണ്. കാരണം അത്രക്കും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ് കേട്ടത്. പിന്നെ ഈ ഒരു വീട് പോലത്തത്, അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഇത് ഉണ്ടായിട്ടില്ല, ഈ ഒരു സംഭവങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റിയത്. പിന്നെ അതേപോലെ നമുക്ക് ഇരുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം. നല്ല ഭയങ്കര നാച്ചുറൽ ബ്യൂട്ടിയാണ് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുമ്പോൾ കിട്ടുന്നത്.
അപ്പോഴിതാ ഈ ഫാമിൽ നമ്മൾ പൊട്ടിച്ച സാധനങ്ങളൊക്കെ കേട്ടോ. ഇതിനിടയ്ക്ക് അസോക്ക പോയിട്ട് ബീട്രൂട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ബീട്രൂട്ട് നമുക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടോ അവർ. അപ്പോൾ വലിയ വഴുതന തന്നെ കേട്ടോ നമ്മൾ പൊട്ടിച്ചത്. പിന്നെ അതാ 2 ബോക്സ് സ്ട്രോബെറി നമ്മൾ പൊട്ടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ അവർ ക്യാഷ് എടുക്കും കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ സ്ട്രോബെറി അവിടെ ഇരുന്ന് അവിടെ അതായത് ഫാമിൻ്റെ ഉള്ളിൽ നിന്ന് കഴിക്കാനുള്ള ക്യാഷ് ആക്കൂല. അതേപോലെ ബോക്സ് ആക്കി കൊണ്ടാണെങ്കിൽ അവർ ക്യാഷ് എടുക്കും. അപ്പോൾ അതേപോലെ അവിടെ ഇതാ തൂക്കി നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ക്യാഷ് കൊടുക്കണം അവിടെ. ഇവർ ഷോപ്പിൽ വാങ്ങിക്കുന്ന റേറ്റ് ഒന്നും എടുക്കില്ല കേട്ടോ, കുറച്ച് ക്യാഷ് എടുക്കുള്ളൂ. അപ്പോൾ ഇതാ ഞങ്ങൾ ക്യാപ്സിക്കും സ്ട്രോബെറി വഴുതനൊക്കെ കവറിലാക്കി വെച്ചിട്ടുണ്ട്. അയാളിങ്ങനെ തൂക്കി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്ന് വിസിറ്റ് ആക്കുക, അടിപൊളി സ്ഥലമാണ്. നിങ്ങൾ ഇത് വേർത്താണ്, നിങ്ങൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് സ്ട്രോബെറിൻ്റെ ഫാം എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഒരുപാട് സ്ട്രോബെറീസ് അവിടെ നിന്ന് കഴിക്കാം. അപ്പോൾ ഇതാ ഹല പോസ് ചെയ്യുകയാണ് കേട്ടോ. ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ട ഈ ഒരു ബോക്സിലാണ് സ്ട്രോബെറി കൊണ്ടാണ് നമുക്ക് തരുന്നത്. പിന്നെ ഇതാ ബീട്രൂട്ട് ഞാൻ പറഞ്ഞല്ലോ, ബീട്രൂട്ട് അവർ ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള വ്ളോഗിൽ. അപ്പോൾ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തണുപ്പ് കഴിയുന്നതിന് മുന്നേ നിങ്ങൾ എന്തായാലും ഒന്ന് വിസിറ്റ് ആക്കട്ടെ. അത്രയ്ക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലമാണിത്. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും. വിൻ്റർ കഴിഞ്ഞാൽ ഇവരിത് ക്ലോസ് ചെയ്യും കേട്ടോ. പിന്നെ വന്നാൽ പിന്നെ കാണാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇൻഷാല്ലാ പെരുന്നാളൊക്കെ വരാൻ പോകില്ല. അപ്പോൾ പെരുന്നാൾക്കൊക്കെ തണുപ്പ് കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വന്ന് വിസിറ്റ് ആക്കാം. അപ്പോഴെന്നാൽ പുതിയൊരു വീഡിയോയിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.